പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. ഞാൻ സുനിൽ ഇടമുറി. ഇന്ന് ഞാൻ ഒരു നല്ല മലയാളം കീബോർഡ് പരിചയപ്പെടുത്താം. ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ആദ്യമായി നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഗൂഗിൾ ഇൻഡി കീബോർഡ് നമ്മൾ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ ഇൻഡി കീബോർഡ് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിലേക്ക് തിരികെ വരണം. മൊബൈലിൻ്റെ സെറ്റിംഗ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതിൽ അല്പം താഴെയായി ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ലാംഗ്വേജ് ഇൻപുട്ട് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലാംഗ്വേജ്, സ്പെൽ ചെക്കർ, പേഴ്സണൽ ഡിക്ഷണറി, കറണ്ട് കീബോർഡ്, ഗൂഗിൾ ഇൻഡി കീബോർഡ്, ഇങ്ങനെ പല ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിൽ ഗൂഗിൾ ഇൻഡി കീബോർഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെലക്ട് ഇൻപുട്ട് ലാംഗ്വേജ് ഓപ്പൺ ചെയ്യുക. ആദ്യമായി ഈ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത ഒരാളുടെ മൊബൈലിൽ യൂസ് സിസ്റ്റം ലാംഗ്വേജ് ഇത് ഓണായി കാണും. ഇത് ആദ്യം നമ്മൾ ഓഫ് ചെയ്യുക. പിന്നീട് ആക്റ്റീവ് ഇൻപുട്ട് മെത്തേഡ്, ഇതിൽ ഇംഗ്ലീഷ് ആൻഡ് ഇൻഡിക് ലാംഗ്വേജസ്, ആസാമി, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, ഇത് ഹിന്ദി ആവശ്യമുള്ളവർ ഹിന്ദി ഓൺ ചെയ്തിടുക. പിന്നീട് കന്നഡ, മലയാളം ഓൺ ചെയ്യുക. പിന്നെ മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്കു, ഇതിൽ പഞ്ചാബി, തമിഴ്, തെലുങ്കു അറിയാവുന്നവർ ആവശ്യമുള്ളവർ ഇത് ഓൺ ചെയ്യുക. ഇത് നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന് ഞാൻ വീണ്ടും പരിചയപ്പെടുത്താം. അതിനായി ഒരു മെസ്സേജിങ്ങിൽ പോകുന്നു. ആദ്യമായി മെസ്സേജിങ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ടൈപ്പ് മെസ്സേജ് എന്ന ഇടത്ത് നമ്മൾ കർസർ വെക്കുക. ഇപ്പോൾ നമുക്ക് നോർമൽ കീബോർഡാണ് ഇതിൽ കാണുന്നത്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ സ്പേസ് ബാറിൽ വിരൽ അമർത്തി പിടിക്കുക. അപ്പോൾ നമുക്ക് ചേഞ്ച് കീബോർഡ് എന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെ ഓപ്പണായി വരും. ഇതിൽ ഇംഗ്ലീഷ് ആൻഡ് ഇൻഡിക് ലാംഗ്വേജ്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ്, ദെൻ ഇംഗ്ലീഷ് UK. ഇതിലിപ്പോൾ ഇംഗ്ലീഷ് UK സെലക്ട് ആയിരിക്കുകയാണ്. ഇത് മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മലയാളം കീബോർഡ് സെലക്ട് ചെയ്യുന്നു. മലയാളം കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇതിൽ ആ എന്ന ഒരക്ഷരം കീബോർഡിൻ്റെ ടോപ്പ് ലെഫ്റ്റിലായിട്ട് നമുക്ക് കാണാം. പിന്നെ ABC കാണാം. ഇത് ആ എന്ന അക്ഷരത്തിൽ നമ്മൾ വീണ്ടും പ്രസ് ചെയ്യുക. ഇതിൽ ഞാൻ സുനിൽ ഇടമുറി എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. SUNIL. ഇംഗ്ലീഷ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് മലയാളത്തിൽ അവിടെ കിട്ടും. ഇടമുറി, ITAMURI, ഇടമുറി. ഇത് നമ്മൾ ഓരോ അക്ഷരങ്ങൾ, ചില അക്ഷരങ്ങൾക്ക് നമ്മൾ ബ്ലോക്ക് ലെറ്റർ ചെയ്യുമ്പോഴാണ് ചില അക്ഷരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. വീണ്ടും എനിക്ക് ഹിന്ദി, ഇതിൽ നമുക്ക് ഇംഗ്ലീഷ് വീണ്ടും ചെയ്യാം. ഹിന്ദി എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. വീണ്ടും നമ്മളിതിൻ്റെ സ്പേസ് ബാറിൽ വിരലമർത്തി പിടിക്കുക. ചേഞ്ച് കീബോർഡ് വീണ്ടും ഓപ്പണായി വരുന്നു. ഇതിൽ ഹിന്ദി സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഹിന്ദി സെലക്ട് ചെയ്ത ശേഷം ആ എന്ന ഹിന്ദി അക്ഷരവും അതിന്
വലതുവശത്തായി ABCയും കാണാം. ഇതിൽ ആ എന്ന ഹിന്ദി അക്ഷരത്തിൽ നമ്മൾ ടച്ച് ചെയ്യുക. അതിൽ ലിഖേ എന്നിപ്പോൾ ഒരു ഓപ്ഷൻ വന്നു. അതിൽ നമ്മൾ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ പിന്നെ സുനിൽ ഇടമുറി എന്ന് ഞാനിതിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു. അത് ഹിന്ദിയിലായി അവിടെ വരും. SUNIL സുനിൽ ഇടമുറി. IDAMURI ഇടമുറി. ഹിന്ദിയിൽ ഇത് ടൈപ്പ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ഈ കീബോർഡിൽ തന്നെ നമുക്ക് വീണ്ടും ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ABCയിൽ നമ്മൾ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഇത് ഇംഗ്ലീഷിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. സുനിൽ. ഇത് ഇംഗ്ലീഷാണ്. ഇങ്ങനെ നമുക്ക് പല ലാംഗ്വേജിലും നല്ല മനോഹരമായി ടൈപ്പ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു കീബോർഡാണ്. ഈ കീബോർഡ് പലരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവാം. ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർക്കായി ഇത് ഞാൻ ഷെയർ ചെയ്യുന്നു.